ഹലോ. കാവ്യ. സർ. ഭദ്ര ഹോട്ടലിന്റെ കംപ്ലൈന്റ് ആയിട്ടല്ലോ ഇല്ല, അങ്ങനെ ആരും ഒരു പരാതിയായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ സർ. ഹോട്ടലിന്റെ പേരെന്താന്നാ പറഞ്ഞേ? ഭദ്ര ഹോട്ടൽ. ഭദ്ര ഹോട്ടൽ. ഓക്കെ. ഓണറുടെ പേര്? ഭദ്രൻ. ഭദ്രൻ. വന്നാലും നടപടിയൊന്നും എടുക്കണ്ട. ശരി സർ. കേട്ടോ. എന്തുവാ ഇത്? പരാതി വന്നാൽ നടപടി എടുക്കരുത്. പിന്നെ ഞാൻ എന്തിനു തുറന്നു വെച്ചോണ്ടിരിക്കുന്നു? ഞാൻ ചാടും. വെറുതെ പറയുന്നതല്ല. എന്റെ മരണത്തിന് ഉത്തരവാദി ഇവിടത്തെ ഫുഡ് സേഫ്റ്റി ഓഫീസറാണെന്ന് ഞാൻ എഴുതി വെച്ചിട്ട് എല്ലാരും കൊടുക്കും. ഇവളും കൊടുക്കും, ഇവനും കൊടുക്കും, ഇവളും കൊടുക്കും, എല്ലാരും കൊടുക്കും. വാപ്പ ചാടുന്നു, വാപ്പ ചാടും. ഇക്കെന്ത് കാര്യം പറഞ്ഞാ മനസ്സിലാകത്ത്? എടീ, താനൊരു ചെറുപ്പക്കാരനല്ലേ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൂടെ? ഞാൻ പറയാനുണ്ട്, വാപ്പയ്ക്ക് മനസ്സിലാവേണ്ട. ഒന്ന് പൊട്ടിക്കട്ടെ മാഡം. എടോ, തന്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് 10-22 പേരാ ഹോസ്പിറ്റലൈസ്ഡ് ആയത്. അതുകൊണ്ടല്ലേ സർക്കാർ ഉത്തരവിട്ട് കൂട്ടിച്ചത്. ആണല്ലേ? ഇനി കമ്മീഷണറിന്റെ ഉത്തരവ് വരാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാഡം, ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ഞാൻ ചാടും. എന്നാ നിങ്ങൾ പോയി ചാടും. താൻ ചത്താ തന്റെ കുടുംബത്തിന് നഷ്ടം. എന്ത് പൊഞ്ചാലേ. എന്തേ ചാടുന്നില്ലേ? ഓ, ആ ഫ്ലോ അങ്ങ് പോയി. വാ. ബ്യൂട്ടിഫുൾ ലേഡി. ടോയ്ലറ്റ്. നീ പൊക്കോ. ഓഫ്, അതല്ല ടോയ്ലറ്റ്. ഏയ്, ഞാൻ വരുന്നില്ല. എടാ പൊട്ട, ടോയ്ലറ്റ് വൈറലായില്ലേ? നഗ്നത കാണിച്ച വീഡിയോയുടെ ആള്. എക്സ്ക്യൂസ് മീ മാഡം. ചട്ടപൊട്ടിയോ? ഗുഡ് മോർണിംഗ് മാഡം. എത്രയും പെട്ടെന്ന് ഒരു ഹോട്ടൽ അടിച്ചു കൂട്ടണം, പറ്റോ? കൂട്ടാലോ. താക്കോലും കൊണ്ടുവന്നിട്ടുണ്ടോ? യെസ്. താക്കോലോ? എടാ, താൻ വന്നൊരു ഹോട്ടൽ പൂട്ടണം എന്ന് പറയുമ്പോ താഴും താക്കോലായിട്ട് ഇരിക്കുവല്ലേ ഞാൻ? എവിടുത്തെ ഹോട്ടൽ? ഏത് ഹോട്ടൽ? എന്തിനു പൂട്ടണം? കഴിഞ്ഞ ദിവസം ഭദ്ര ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച എനിക്കും എന്റെ സുഹൃത്തുക്കൾക്കും ഫുഡ് പോയ്സൺ പിടിപെട്ടു. തൂറ്റലോട് തൂറ്റല്. കാര്യം പറയട്ടെ, നീ ട്രോമയിലായിരുന്നു. സത്യമായിട്ട് കള്ളം പറയേണ്ട കാര്യമില്ല. സത്യം വിടാനല്ല പറഞ്ഞത്, പരാതിതാ. പരാതി ഞാൻ ഇമെയിൽ അയച്ചിട്ടുണ്ട്. മറ്റേ എവിഡൻസുകൾ എവിടെ? മറ്റേ എവിഡൻസോ? അത് ഫ്ലഷ് ചെയ്തു. എടോ, തനിക്ക് ഫുഡ് പോയ്സണിംഗ് ആണെന്നല്ലേ പറഞ്ഞത്? അത് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ്സ് വേണം. ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇല്ല. എടോ, ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ്. ഇവിടെ അതിന്റേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. വെറുതെ ഒരു ഹോട്ടൽ പൂട്ടിക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഞാൻ മുമ്പ് ദുബായിൽ ഈ ഫുഡ് സേഫ്റ്റിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടേ. അപ്പൊ അതിന്റെ ഇത് വെച്ച് ദുബായിൽ ഇന്നൊരു പരാതി കൊടുത്ത നാളത്തേക്കല്ല ഇന്നത്തേക്ക് അവർ തീർപ്പാക്കി തരും. ഇന്ന് പൂട്ടിക്കോ അവര്. എന്നാ താൻ ഓഫീസ് കൊണ്ട് ദുബായ് കൊണ്ടുപോയി. എടോ, വെറുതെ പോയി ഒരു ഹോട്ടൽ റെയ്ഡ് ചെയ്യാനോ പൂട്ടിക്കാനോ ഒന്നും പറ്റില്ല. അതും ഭദ്ര പോലുള്ള ഒരു ഹോട്ടൽ. ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. വൈശാഖ, ഭദ്രനെ പോലെ പിടിപാടുള്ളവരുടെ മുമ്പിലൊക്കെ ഇവരുടെ മുട്ട് വറക്കും. ഇവിടെ കിടന്ന് വലിയ ഷോ ഇറക്കിയാലുണ്ടല്ലോ. പേടിപ്പിക്കില്ല മാഡം. ഞാൻ എന്റെ സർക്കാർ ടാഗ് ഇട്ട് വന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സെല്യൂട്ട് അടിച്ചേനെ. താൻ ഇവിടെ കിടന്ന് ഇത്ര വെച്ച് ഉണ്ടാക്കിയിട്ട് ആര് കാണാനാ? കാണാനൊക്കെ ഫുൾ നാട്ടുകാരെ കണ്ടില്ലേ? ഇനി എന്ത് കാണാനാണ്? എന്താന്ന്? ഒന്നുമില്ല. എന്നാ താൻ പോയി എവിഡൻസ് കൊണ്ടുവാ. പരാതി സ്വീകരിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. എവിഡൻസാ? തെളിവാണോ? അല്ലേ തെളിവ്? കണ്ണു തുറന്ന് നോക്ക്. കഴിഞ്ഞ ദിവസം അവന്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് കക്കൂസി പോകേണ്ടി വന്ന്. ആ സമയത്ത് ഏതോ കാലമട എന്റെ പാന്റ് എടുത്തോണ്ട് പോയി. അന്ന് തുടങ്ങിയ കഷ്ടകാലമാണ് ഇത്. ഇല്ലടോ വൈശാഖ? ഇതും എവിഡൻസ് ആയിട്ട് വെക്കണം. ഓഹോ, അപ്പൊ എല്ലാരും ഒരു ടീമാണ്. ഒരു ഭദ്രനും ഭദ്രകാളിയും അവളുടെ ഒരു ഉണ്ട കണ്ണ്. വാടാ. എന്താണോ വെച്ചിരിക്കണത്? HD ക്വാളിറ്റിയിൽ ഒന്നും കാണണോ? ഒരു ചെറിയ തൂറ്റിൽ തുടങ്ങിയത് പിന്നെ അതൊരു ആഭ്യന്തര പ്രശ്നമായിട്ട് മാറി. ഇവിടെ CCTV ഉണ്ടോ? ഭാഗ്യം, ഇല്ലെങ്കിൽ അതുകൂടി എന്റെ തലയിൽ വന്നേ. വൈശാഖ, കഴിഞ്ഞോ? തുടങ്ങിയതേ ഉള്ളൂ. അന്ന് മിഷമാർക്കരുത്. നടക്കണ അവന്റെ ഒലിപ്പിക്കല്.